ഇന്തോനേഷ്യയിൽ ശരിക്കും നടന്നിട്ടുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സിഹിർ പെലാക്കോർ, ഇംഗ്ലീഷിൽ കേഴ്സ്ഡ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. 2025 ഈ സിനിമ പുറത്തിറങ്ങിയത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2001 കാലഘട്ടമാണ്. എഡ്ഡി എന്ന് പറയുന്ന ഒരാളുടെ ഫാമിലിയാണിത്. ആ സോഫയിലിരിക്കുന്നതാണ് എഡ്ഡിയുടെ മകളായിട്ടുള്ള വിത. അവളുടെ തൊട്ടടുത്തായിട്ട് അനിയനായിട്ടുള്ള ദ്വയുമുണ്ട്. രണ്ടുപേരും വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് തങ്ങളുടെ അച്ഛനെ കാത്തിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ അച്ഛൻ വീട്ടിലേക്ക് എത്തി. അവനെ കണ്ടതും പിള്ളേര് രണ്ടുപേരും പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇന്നൊരു അവധി ദിനമായിട്ട് കൂടി എഡ്ഡിയുടെ ഭാര്യയായിട്ടുള്ള ജുമൈദി സലൂണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ഒരു മുടിവെട്ട് കടയുണ്ട്. നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ഒരു സലൂണിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ജുമൈദിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയം വീട്ടിലാകട്ടെ എഡ്ഡിയും മക്കളും ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകളായിട്ടുള്ള വിത അപ്പോൾ പറയുന്നുണ്ട്, അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പിലാപ്പിയ കറിയാണ് ഇന്ന് വെക്കാനായിട്ട് പോകുന്നത്. എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛന് ഇഷ്ടപ്പെട്ട ഈ ഒരു കറി ഞാൻ ഉണ്ടാക്കി നൽകും. അതൊക്കെ നീ ചുമ്മാ പറയുന്നതാ. നിന്നെ എങ്ങോട്ടേക്കും കെട്ടിച്ചു പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അവനെ നോക്കി നടക്കും. എന്നെയൊക്കെ ആര് നോക്കാനാ എന്ന് പറയുമ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ അച്ഛന് പ്രോമിസ് നൽകുന്നു. ഞാൻ എത്ര വലിയ ആളായിട്ടുണ്ടെങ്കിലും അച്ഛന് ഈ കറിയൊക്കെ ഉണ്ടാക്കി തരും. പാചകവും മറ്റുമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടായി. ഇതുവരെ അമ്മയായിട്ടുള്ള ജുമൈദി വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ മകളായിട്ടുള്ള വിത്തയ്ക്ക് നല്ല രീതിയിലുണ്ട്. അമ്മയെ ഒരുപാട് നേരം കാത്തിരുന്ന് മടുത്ത വിത്തയാകട്ടെ ഇപ്പൊ അച്ഛനോട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും കഴിക്കാം. അമ്മയെ നമ്മൾ ഒരുപാട് നേരം കാത്തിരുന്നില്ലേ. ഇവരങ്ങനെ ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ച നിമിഷം തന്നെ ജുമൈദി വീട്ടിലേക്ക് എത്തി. തന്റെ മക്കൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ തന്നോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ജുമൈദി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഭക്ഷണം എന്ന് കേട്ടപ്പോ തന്നെ ദ്വി എന്ന് പറയുന്ന ഇവളുടെ കുഞ്ഞനിയനാണെന്നുണ്ടെങ്കിൽ ഓടി വരുന്നുണ്ട്, കൈപോലും കഴുകാതെ. അച്ഛനാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവനെ വഴക്ക് പറയുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ജുമൈദി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്റെ ഭർത്താവായിട്ടുള്ള എഡ്ഡിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, പണ്ടത്തെ പോലെ കുട്ടികൾക്ക് എന്നോടൊട്ടും ഇഷ്ടമില്ല, എല്ലാം നിനക്ക് തോന്നുന്നതാ എന്ന് ജുമൈദിയോട് പറഞ്ഞ് നമ്മുടെ എഡ്ഡി ആണെന്നുണ്ടെങ്കിൽ ജുമൈദിയെ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയാണ്. പക്ഷേ കടയിൽ നല്ല തിരക്കായിരുന്നു, ഞാൻ നല്ല ക്ഷീണിതയാണ് എന്നും പറഞ്ഞുകൊണ്ട് ജുമൈദി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ ജുമൈദി കടയിലേക്ക് പോവുകയും ചെയ്തു. കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ എഡ്ഡിയാണ്. മകളായിട്ടുള്ള വിദ്യക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അമ്മ എന്താണ് ഇങ്ങനെ? ഇന്നൊരു അവധി ദിവസമായിട്ട് കൂടി വീണ്ടും അമ്മ ജോലിക്ക് പോയിരിക്കുന്നു. വിദ്യയുടെ അനിയനായിട്ടുള്ള ദ്വിക്ക് ഒരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഇവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടില് ഒരു ചെറിയ പരിശീലനം മറ്റൊക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പൊ അവനെ കൊണ്ടുപോവുകയാണ് വിത. പിന്നീട് കാണിക്കുന്നത് ആ ഒരു സലൂണാണ്. അവിടെ ഇപ്പോൾ നമ്മുടെ ജുമൈദിയോട് മിസ്റ്റർ ബുർഹാന്റെ ഭാര്യ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് ഒഴിവ് ദിവസങ്ങളിൽ പോലും നിങ്ങളെ ജോലിക്ക് വിടുമല്ലേ? ഓ, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. മറുവശത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിൽക്കായിരുന്ന വിത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല വയറുവേദന വരുന്നുണ്ട്. അനിയനായിട്ടുള്ള ദ്വിയോട് അവിടെ തന്നെ നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവളാണെന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിനകത്ത് നിന്ന് എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ വിത്ത അങ്ങോട്ടേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. അച്ഛനായിട്ടുള്ള എഡ്ഡി ആകട്ടെ മറ്റേതോ ഒരു സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇത് നേരിട്ട് കണ്ട നമ്മുടെ വിത്തിയാകട്ടെ ഷോക്കായി പോയി. അവളങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അച്ഛനായിട്ടുള്ള എഡ്ഡി അവളെ വന്ന് കൊങ്കി കയറി പിടിക്കുന്നു. നീ ഒരിക്കലും ഇത് അമ്മയോട് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അച്ഛനെ ഭയന്ന് ആ ഒരു കാര്യം ആരോടും തന്നെ നമ്മുടെ വിത പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് എഡ്ഡി വീട്ടിൽ നിന്നും പോയി. ആ ഒരു സമയത്തെല്ലാം തന്നെ വിതയെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് എഡ്ഡി നോക്കുന്നത്. ഒരുപാട് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. നാട്ടിലുള്ള എല്ലാവരും തന്നെ ഇവരെ കാണുമ്പോൾ ചോദിക്കും, മോളെ അച്ഛൻ തിരികെ വന്നില്ലേ? അച്ഛൻ പോയിട്ട് ഒരുപാട് നാളായല്ലോ, അച്ഛൻ എന്താ ജോലി? ചോദിക്കുന്നവർക്കുള്ള മറുപടി എന്നോണം അച്ഛൻ ജോലി തിരക്ക് കാരണമാണ് വീട്ടിലേക്ക് വരാത്തത് എന്നിവര് പറയാനും തുടങ്ങി. ഇന്നത്തെ ദിവസം ദ്വയുടെ പിറന്നാളാണ്. ഇവര് മൂന്നുപേരും കൂടി മാത്രമാണ് ഇപ്പൊ ആ ഒരു പിറന്നാളൊക്കെ ആഘോഷിക്കുന്നത്. ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിച്ചതിന് ശേഷം അവർ തിരികെ വീട്ടിലേക്ക് എത്തി. ഇവരുടെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് മിസ്റ്റർ ബുർഹാനും കുടുംബവും താമസിക്കുന്നത്. മിസ്റ്റർ ബുർഹാൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഒരുപാട് നാളായല്ലോ പോയിട്ട്, ഇതുവരെ മടങ്ങി വന്നില്ലേ? അദ്ദേഹം ജോലി തിരക്കിലായിരിക്കും, അതുകൊണ്ടാണ് വരാത്തത്. വന്ന ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കാം എന്നും പറഞ്ഞ് അവർ വീട്ടിനകത്തേക്ക് കയറി. വിത്തയും അനിയനും കൂടി ചേർന്നിട്ട് ഇപ്പൊ അമ്മയുടെ ആ ഒരു സലൂണിലേക്ക് പോയപ്പോ ആ ഒരു സലൂണിൽ നിന്നും പുറത്തേക്ക് അമ്മയോടൊപ്പം റിനി എന്ന് പറയുന്ന അന്ന് ഇവള് ആ ഒരു വീട്ടിൽ വെച്ച് കണ്ട അവീത യുവതിയെ കാണുകയാണ്. തിരികെ വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ വിത്തയ്ക്ക് കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല. അന്ന് നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഉറക്കം നഷ്ടപ്പെട്ട നമ്മുടെ വിദ്യയാകട്ടെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഇപ്പൊ അനിയനായിട്ടുള്ള ദ്വിയുടെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. പക്ഷേ അവളുടെ പുറകിലായിട്ട് കുണ്ടിലാനക് എന്ന് പറയുന്ന ആ ഒരു ഭീകര പ്രേതമുണ്ടായിരുന്നു. അതിപ്പോ ചുമരിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൾക്ക് മാത്രം അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ വിദ്യയാകട്ടെ നടന്ന് നടന്ന് ഇപ്പൊ വീടിന്റെ ഹാളിലേക്ക് എത്തിയപ്പോ പുറത്ത് ദേണ്ടടാ ഇവളുടെ അമ്മയായിട്ടുള്ള ജുമൈദി ഇറങ്ങി നടക്കുന്നു. അവളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തില് പുള്ളിക്കാരിയുടെ അമ്മ കയറിയിരിക്കുകയാണ്. വെറുതെ കയറിയിരിക്കുകയല്ല, ഒരു കഴുത്തില് കയറൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഇവളെ കണ്ടതും ആ ഒരു കഴുത്തില് കയറിട്ടിട്ട് അമ്മ താഴേക്ക് ചാടുന്നു. ഈ കാഴ്ച കണ്ട് വിദ്യയാകട്ടെ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവളുടെ അച്ഛനായിട്ടുള്ള എഡ്ഡിയും റിനി എന്ന് പറയുന്ന ആ ഒരു അവിഹിത സ്ത്രീയും ഇതെല്ലാം തന്നെ നോക്കിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് വിധ ഞെട്ടി എഴുന്നേറ്റു. അവൾ കണ്ട ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു അത്. പിന്നീട് കാണിക്കുന്നത് മിസ്റ്റർ ബുർഹാന്റെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ജുമൈദിയും മക്കളൊക്കെ പോയിട്ടുണ്ട്. ആ ദിവസം തന്റെ ഭർത്താവിനെ പറ്റിയിട്ട് മിസ്റ്റർ ബുർഹാൻ ചോദിക്കുമ്പോ ഇവളാണെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ ജോലി തിരക്കായിട്ട് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഏകദേശം 2 വർഷത്തോളമായിട്ട് നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോഴാണ് ജുമൈദിയും വിധയും ഈ കാര്യം ശരിക്കും ഒന്ന് ആലോചിക്കുന്നതും ഡേറ്റ് ഒക്കെ നോക്കുന്നതും. അപ്പോഴാണ് അവർക്കും അത്ഭുതം വരുന്നത്. കാരണം ഇതുവരെ ഇത്രയും ദിവസങ്ങൾ കടന്നു പോയ കാര്യങ്ങളൊന്നും തന്നെ ഇവര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം തന്നെ നമുക്ക് അച്ഛന്റെ ഓഫീസിലേക്ക് പോകാമെന്ന് ജുമൈദി പറയുകയാണ്. പക്ഷെ അടുത്ത ദിവസം ഇവര് രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു നിമിഷം തന്നെ ഇവരുടെ അച്ഛനായിട്ടുള്ള എഡ്ഡി വീട്ടിലേക്ക് തിരികെ വരുന്നു. എല്ലാവരോടും സാധാരണ പോലെ പെരുമാറുന്നു. മകളായിട്ടുള്ള വിദ്യയോട് മാത്രം അത്ര അടുപ്പം കാണിക്കുന്നില്ല. എഡ്ഡി ഇപ്പോ വീട്ടിലേക്ക് വന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അയാള് അലമാര മൊത്തം പരിശോധിക്കുകയാണ്. ഈ ഒരു വീടിന്റെ പ്രമാണമാണ് ഉദ്ദേശം. പക്ഷെ അത് കൊടുക്കാനായിട്ട് നമ്മുടെ ജുമൈദി തയ്യാറാവുന്നില്ല. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന ഈ വീടാണിത്, അത് നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും തരില്ല. നിങ്ങൾ ഇത്രയും നാളും എവിടെയായിരുന്നു? നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ജുമൈദി ചോദിക്കുന്ന ഒരു കാര്യത്തിനും എഡ്ഡി കമാന്ന് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇതെല്ലാം തന്നെ നമ്മുടെ വിധ കാണുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അമ്മയുടെ ഈ സ്വഭാവം കാരണമായിരിക്കാം അച്ഛൻ ഇങ്ങനെയായത് എന്നും പറഞ്ഞുകൊണ്ട് ഇവളാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഇവളുടെ അച്ഛനായിട്ടുള്ള എഡ്ഡി വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് എത്തി. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവളാണെന്നുണ്ടെങ്കിൽ അത് അച്ഛന് നൽകി. പക്ഷേ ഈ ഒരു എഡ്ഡി ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. ഒരുപാട് വിഷമിച്ചാണ് അന്ന് വിധ വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബുർഹാൻ വന്നിട്ടുണ്ടായിരുന്നു. ബുർഹാൻ അപ്പോ ഉസ്താദ് അഹമ്മദിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ ജുമൈദിയോട് പറയുകയാണ്. നിങ്ങളുടെ ഭർത്താവിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ ഉസ്താദിന് കഴിയും. ഇത് കേട്ട ജുമൈദി ആകട്ടെ തന്റെ മക്കളെയും കൊണ്ട് ഉസ്താദ് അഹമ്മദിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് ഇവര് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഉസ്താദാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇവരോട് ഞെട്ടിക്കുന്ന ആ ഒരു സത്യം പറയുന്നത്. ഒരു സ്ത്രീ നിങ്ങളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാനായിട്ട് അതിക്രൂരമായിട്ടുള്ള കൂടോത്രവും അതുപോലെ തന്നെ കാഞ്ചങ്രത്തു എന്ന് പറയുന്ന അതിപൈശാചികമായിട്ടുള്ള ഒരു ശക്തിയോടുള്ള ഉടമടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. വിധ അന്ന് ആ ഒരു വീട്ടിൽ കണ്ടുവച്ച യുവതിയുടെ പേര് റിനി എന്നാണ്. അവളുടെ പണിയായിരുന്നു ഇതെല്ലാം തന്നെ. അതിഭയാനകമായിട്ടുള്ള ഒരു കൂടോത്രമാണ് ഇപ്പൊ റിനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവളങ്ങനെ ഒരു കടൽ തീരത്ത് ഇരിക്കുമ്പോൾ ആ സമയത്ത് ഒരു വലിയ പാമ്പ് ഇഴഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അവളെ ചെയ്യുന്നില്ല. എഡ്ഡിയെ തട്ടിയെടുക്കാനായിട്ട് ഏതറ്റം വരെയും പോവാനായിട്ട് അവൾ തയ്യാറായിരുന്നു. ഉസ്താദ് പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ റിനി എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ ഒരു തരത്തിലുള്ള രക്തം അവളുടെ മുഖത്ത് പുരട്ടുന്നതോട് കൂടിയിട്ട് എഡ്ഡിക്ക് ഇപ്പൊ സ്വന്തം ഭാര്യയെ പോലെയാണ് റിനിയെ കണ്ടാൽ തോന്നുക. അങ്ങനെ ഓരോ പ്രാവശ്യവും സ്നേഹവും ശാരീരിക സുഖവും നൽകിയിട്ട് എഡ്ഡിയെ ഇപ്പൊ റിനി കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ സലൂണിൽ നടന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജുമൈദിയുടെ മൂക്കിൽ നിന്നും ഇപ്പോൾ രക്തം വരുന്നു. അത് തുടച്ച ശേഷം ജുമൈദി ആകട്ടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് നോക്കുമ്പോൾ ഗ്ലാസിനുള്ളിലാകട്ടെ ഇപ്പോൾ ഒരു കറുത്ത തേളും. അവളത് നിലത്തിട്ടു. സംശയം തോന്നിയിട്ടുള്ള ഈ ഒരു സലൂണിലെ പണിക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പൊ ജുമൈദിയോട് ഒരു കാര്യം പറഞ്ഞു. എന്നും കട രാവിലെ വൃത്തിയാക്കുമ്പോൾ കടയുടെ ഫ്രണ്ടിൽ നിന്നും ഒരുപാട് മണ്ണ് കിട്ടാറുണ്ടെന്ന്. അതായത് ഈ ഒരു കടയിലുള്ള കച്ചവടവും മറ്റുമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂടോത്രം ചെയ്തായിരിക്കുമോ എന്നാണ് ഇപ്പൊ ഈ പണിക്കാര് നമ്മുടെ ജുമൈദിയോട് ചോദിക്കുന്നത്. ജുമൈദി ഉടൻ തന്നെ ആ ഒരു മണ്ണ് ശേഖരിച്ച് ഉസ്താദ് അഹമ്മദിന്റെ അടുത്തേക്ക് പോയി. ഉസ്താദ് അഹമ്മദ് ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതേതോ കുഴിമാടത്തിലെ മണ്ണാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കച്ചവടം പൂട്ടിക്കാൻ ആരോ ചെയ്തതാണ്. ഈ ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കും.
കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ജുമൈദി തീരുമാനിച്ചു. ഒരുപാട് നേരം വൈകിയിട്ടും ഇപ്പൊ വീട്ടിലേക്ക് ജുമൈദി എത്തിയിട്ടില്ല. അനിയനും അതുപോലെ തന്നെ നമ്മുടെ വിതയും ഒറ്റയ്ക്കാണ് വീട്ടില്. ആരാണ് ആ ഒരു കുഴിമാടത്തിലെ മണ്ണ് കൊണ്ടുവന്നിടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സലൂണിൽ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ജുമൈദി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കടയുടെ ഫ്രണ്ടിലായിട്ട് ആരോ ഒരാൾ മണ്ണ് കൊണ്ടുവിടുന്നിടുന്നത് അവൾ കണ്ടു. അവളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ സ്വന്തം ഭർത്താവായിട്ടുള്ള എഡ്ഡി തന്നെയായിരുന്നു ആ ഒരു പ്രവൃത്തി ചെയ്തത്. അവന്റെ കൂടെ റിനിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇപ്പൊ ജുമൈദിയുടെ ഫ്രണ്ടിലായിട്ട് നടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ എഡ്ഡി വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോയിട്ട് ഇവള് പരാതി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന എഡ്ഡി ആകട്ടെ ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ എഡ്ഡിയോട് നമ്മുടെ ജുമൈദി ഒരു കാര്യം ആവശ്യപ്പെടുന്നു. എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് വരുന്നില്ല, ഞങ്ങളെ നോക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. എന്റെ ബിസിനസ് ഇനിയും നിങ്ങൾ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇത് രണ്ടും നിങ്ങളുടെ മക്കളാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും എഡ്ഡിക്ക് യാതൊരുവിധ കൂസലുമില്ല. നീയും നിന്റെ മക്കളും പോയി തൊലൈ എന്നൊക്കെയാണ് എഡ്ഡി പറയുന്നത്. മറുവശത്ത് മറ്റൊരു സലൂണാണ് കാണിക്കുന്നത്. റിനി അപ്പോഴേക്കും കൂടോത്രം നടത്തി ഒരു പുതിയ സലൂൺ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തവണ എഡ്ഡിയും റിനിയും കൂടി ചേർന്നിട്ട് കാഞ്ചങ് ജത്തു എന്ന് പറയുന്ന അതിപൈശാചികമായിട്ടുള്ള ആ ഒരു ശക്തിയെ വിളിച്ചു വരുത്തുന്നു. പക്ഷെ ഇവരൊരു സാക്രിഫൈസിന് തയ്യാറാവണം, അല്ലെങ്കിൽ ബലി നൽകണം എന്നുകൂടി ആ ഒരു ശക്തി ഇവരോട് പറയുന്നുണ്ട്. എഡ്ഡിയും റിനിയും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ എഡ്ഡി വീണ്ടും ആരും അറിയാതെ ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. അതായത് നമ്മുടെ ജുമൈദിയുടെയും മക്കളുടെയും വീട്ടിലേക്ക് എത്തിയിട്ട് ആദ്യം പോയിട്ട് ദ്വിയുടെ അലമാരയിൽ നിന്നും അവന്റെ ഒരു ചെറിയ കുപ്പായം എടുക്കുന്നുണ്ട്. ശേഷം ഒരു ചീർപ്പിൽ നിന്നും ജുമൈദിയുടെ മുടി ശേഖരിക്കുന്നു. പിന്നീട് വിത്തിയുടെ റൂമിലേക്ക് എത്തിയിട്ട് അവളുടെ മുടിയിൽ ഇടുന്ന ഒരു ക്ലിപ്പും അവനെടുത്ത് മാറ്റുന്നു. ഇതൊന്നും തന്നെ ജുമൈദിയും മക്കളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശേഷം എഡ്ഡിയാകട്ടെ റിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരങ്ങനെ പണക്കാരാവുന്നതും കൊതിച്ച് ഓരോരോ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നു. ഇതേ സമയം നമ്മുടെ ദ്വിയാകട്ടെ കളിക്കാനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ ജേഴ്സി കാണാനില്ലെന്ന് പറയുകയാണ്. അന്ന് രാത്രി തന്നെ നമ്മുടെ വിത്തയാകട്ടെ അവളുടെ മുടി കെട്ടിവെക്കാനായിട്ട് നോക്കുമ്പോൾ അവളുടെ ക്ലിപ്പും കാണാനില്ല. കിടക്കുന്നതിന് മുമ്പായിട്ട് എന്തോ ഒരു അസഹനീയമായിട്ടുള്ള ദുർഗന്ധം ഈ ഒരു വീട്ടിൽ നിന്നും വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജുമൈദി അവിടെ മൊത്തം തിരയാനായിട്ട് ആരംഭിച്ചു. ആ കൊടും ഭീകരമായിട്ടുള്ള കുണ്ടിലാനകിനെ നേരിട്ട് കാണുകയാണ് നമ്മുടെ ജുമൈദി. അവളുടെ മൂക്കിൽ നിന്നൊക്കെ രക്തം വന്നുകൊണ്ടേയിരുന്നു. കാരണം അത്രയും ഭീകരമായിട്ടായിരുന്നു ആ ഒരു കുണ്ടിലാനകിന്റെ നിൽപ്പ്. അടുത്തുണ്ടായിരുന്ന നമ്മുടെ വിത്തയ്ക്ക് മാത്രം ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അധികം വൈകാതെ തന്നെ ജുമൈദ് ബോധം കെട്ട് വീണു. ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞതിന് ശേഷം ഉസ്താദാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല അള്ളാഹുവിനോട് നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കണം. ഏകദേശം 40 ദിവസം നിങ്ങൾ കടന്നു പോയേ പറ്റൂ. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ആദ്യത്തെ ദിവസം വീടിന് പുറത്തായിട്ട് ഒരുപാട് തീഗോളങ്ങൾ വരുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു വീട്ടിലേക്ക് വന്ന് ഇടിക്കാനായിട്ട് തുടങ്ങി. അടുത്ത ദിവസം രാത്രിയായപ്പോൾ ഇവരുടെ വാതിലിന് പുറത്തായിട്ട് ഒരുപാട് കറുത്ത തേളുകൾ. ഉസ്താദ് പറഞ്ഞത് പ്രകാരം ജുമൈദിയാകട്ടെ ഉപ്പ് വിതറി. അതോടുകൂടിയിട്ട് കറുത്ത തേളുകൾ അവിടെ നിന്നും അപ്രത്യക്ഷമായി. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഇവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു ദിവസം രാത്രിയായപ്പോൾ നമ്മുടെ ജുമൈദിയുടെ വയറ് തനിയെ വീർക്കാനായിട്ട് തുടങ്ങുന്നു. പെട്ടെന്ന് അവള് ബാത്റൂമിലേക്ക് ഓടിപ്പോയി. കറുത്ത തരത്തിലുള്ള എന്തൊക്കെയോ പുഴുക്കളും ആണികളും ഒക്കെ തന്നെ ഇവളുടെ വായിലൂടെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇവരെ തേടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസമായപ്പോൾ ഇവളുടെ വയറ് വീണ്ടും വീർത്ത് വരികയാണ്. ബാത്റൂമിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്ന ജുമൈദിയാകട്ടെ ഇപ്പോൾ കറുത്ത തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പുറന്തള്ളുന്നു. വിതയാകട്ടെ ഉടൻ തന്നെ ഉസ്താദിനെ വിവരമറിയിച്ചു. അഹമ്മദ് ഉസ്താദ് ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഈ വീട്ടിൽ എന്തൊക്കെയോ കൂടോത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഉസ്താദാകട്ടെ ഈ ഒരു ജുമൈദി കിടന്നിരുന്ന ബെഡ് കത്തികൊണ്ട് കീറിമുറിച്ചു. അതിനുള്ളിലായിട്ട് ഒരുപാട് തരത്തിലുള്ള കൂടോത്രവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഉണ്ടായിരുന്നു. വൂഡോബോവയടക്കം. ഉസ്താദും വിതയും കൂടി ചേർന്ന് അതെല്ലാം തന്നെ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ 40 ദിവസം കടന്നു പോയിരിക്കുന്നു. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ വിതയ്ക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയുന്നില്ല. കാരണം ഫീസ് അടച്ചിട്ടില്ല. അമ്മയുടെ സലൂണിലേക്ക് പോയിട്ട് പൈസ കണ്ടെത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ വിതയ്ക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഉണ്ടായിരുന്ന പണിക്കാരെ മൊത്തം പറഞ്ഞു വിടാനായിട്ട് നിൽക്കുന്ന ഈ ഒരു ജുമൈദിയെയാണ്. കാരണം സലൂണിൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഒന്നും വരാറില്ല. അച്ഛനോട് പോയിട്ട് നമ്മുടെ വിത കാര്യം പറഞ്ഞു. പക്ഷേ എഡ്ഡിയാണെന്നുണ്ടെങ്കിൽ അവളെ ആട്ടിപ്പായിക്കുക മാത്രമാണ് ചെയ്തത്. എഡ്ഡി പോയതിനു ശേഷം റിനിയെ ഇപ്പൊ നമ്മുടെ വിത കാണുന്നുണ്ട്. അവളുടെ ഒരു പുതിയ കട എന്നും പറഞ്ഞുകൊണ്ട് വിത ആ ഒരു കടയിലേക്ക് കയറി ചെന്നു. ഈ റിനിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ വിതയെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. ഓ, നിന്റെ അമ്മ ചത്തൊന്നുമില്ലല്ലോ,
എൻ്റെ അമ്മയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ പറയുമ്പോൾ വിതയ്ക്ക് ദേഷ്യം പിടിച്ചു. അവൾ ഒരൊറ്റ അടി, അതോടുകൂടിയിട്ട് റിനി നല്ല വരിക്കച്ചക്ക വീഴുന്ന പോലെ അവിടെ ഒരൊറ്റ വീഴ്ചയാണ്. ഇതേ പേടിച്ചിട്ട് ഇപ്പൊ റിനി ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടി. റോഡിലൂടെ പോകുന്നുണ്ടായിരുന്ന ഒരു ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ അവൾ ഒരൊറ്റടി, അതോടുകൂടി വീണ്ടും അവൾ അവിടെ വീണു. ഇത് കണ്ട എഡ്ഡി ആകട്ടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ റിനിയെ രക്ഷിച്ച് കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്ന വിദ്യയാകട്ടെ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ജുമൈത്തി അപ്പോൾ മകളെ സമാധാനിപ്പിക്കുന്നു. ശേഷം അവളുടെ ഒരു മാല പണയം വെക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോയപ്പോഴാണ് റിനിയെ നമ്മുടെ ജുമൈത്തി കാണുന്നത്. അവൾ അറിയാതെ ഇപ്പൊ നമ്മുടെ ജുമൈത്തി റിനിയെ പിന്തുടർന്നു. റിനി നേരെ പോകുന്നത് ഒരു ആടിനെ കശാപ്പ് ചെയ്യുന്ന ആളുടെ അടുത്തേക്കായിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും ഒരു കറുത്ത ആടിനെ വാങ്ങിയ ശേഷം ഇപ്പൊ അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ ജുമൈത്തിയെയും അവൾ കണ്ടു. പക്ഷേ അവൾക്ക് യാതൊരുവിധ കൂസലുമില്ലായിരുന്നു. നീ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തു, പക്ഷേ ഇനി എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ കൊന്നുകളയും ഒന്നൊരു താക്കീതും കൊടുത്തിട്ടാണ് ജുമൈത്തി നമ്മുടെ റിനിയെ അവിടെ നിന്നും വിടുന്നത്. അന്ന് രാത്രി സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം വിദ്യയാകട്ടെ ഇപ്പൊ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ മൊത്തം ഓഫ് ആവുന്നുണ്ട്. മാത്രമല്ല ആ ഒരു കുണ്ടിലാന കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവളുടെ തൊട്ട് പുറകിലും ഉണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ വായും പിളർന്നിട്ട് ഇവളെ വിഴുങ്ങാനായിട്ട് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. പക്ഷെ ഇവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ കാണാനുമില്ല. പിന്നീട് കോളേജിൽ പോയിട്ട് ഇവളാണെന്നുണ്ടെങ്കിൽ അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഇവളുടെ ദേഹത്തേക്ക് ഒരു ബാധ കയറി പറ്റുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ വിദ്യയാകട്ടെ ശരീരം മൊത്തം ചുട്ടുപൊള്ളുന്നു എന്ന് അമ്മയോട് പറയുകയാണ്. അപ്പോഴേക്കും ഉസ്താദും അങ്ങോട്ടേക്ക് ഓടിയെത്തി. എന്നിട്ട് എന്തോ തരത്തിലുള്ള പൊടി ഇവർക്ക് നൽകുകയാണ്. ആ ഒരു പൊടിയാണെന്നുണ്ടെങ്കിൽ ദേഹത്ത് പുരട്ടിയതിന് ശേഷം മാത്രമാണ് ആ ഒരു പൊള്ളൽ മാറിയത്. അധികം വൈകാതെ തന്നെ റിച്വൽ ആരംഭിക്കുകയാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ. ഈ സമയം നമ്മുടെ വിദ്യയാകട്ടെ മറ്റൊരു ലോകത്ത് കുണ്ടിലാനകിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് റിനിയും എഡ്ഡിയും ആകട്ടെ കൂടോത്രം തുടങ്ങുന്നു. ഇപ്പോഴിതാ നമ്മുടെ വിദ്യയുടെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. കൂട്ടും പൈശാചികമായിട്ടുള്ള അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തല കുത്തി നിന്നുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കളിയാക്കുകയാണ്. ഒരുപാട് സമയത്തിന്റെ പരിശ്രമത്തിന് ശേഷം ഈ ഒരു ഉസ്താദ് അഹമ്മദിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വിദ്യയെ ഈ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. റിനിയുടെയും എഡ്ഡിയുടെയും കൂടോത്രം പരാജയപ്പെട്ടു. ഉസ്താദ് അപ്പൊ പറയുന്നുണ്ട്, ഈ ഒരു കൂടോത്രം നടത്തിയവര് ഇനി അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ, അവർക്കുള്ളത് അല്ലാഹു കൊടുത്തുകൊള്ളും. ഈ സമയമെല്ലാം തന്നെ കൊച്ചനിയനായിട്ടുള്ള നമ്മുടെ ദ്വിയെ നോക്കുന്നത് മിസ്റ്റർ ബുർഹാന്റെ കുടുംബമായിരുന്നു. അങ്ങനെ നമ്മുടെ ജുമൈദിയും അതുപോലെ തന്നെ ഈ വിത്തയും കൂടി ചേർന്നിട്ട് ഇപ്പൊ അനിയനായിട്ടുള്ള ദ്വിയെ കണ്ടുമുട്ടുന്നു. ഇതേ സമയം തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്ന നമ്മുടെ എഡ്ഡിയുടെ അടുത്തേക്ക് കാഞ്ചങ്രത്തു എന്ന് പറയുന്ന അതിപൈശാചികമായിട്ടുള്ള ആ ഒരു പിശാച് വരികയാണ്. പക്ഷെ അവിടെയുള്ള ആർക്കും അതിനെ കാണാൻ കഴിയുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ ഭ്രാന്താണെന്നാണ് എല്ലാവരും കരുതുന്നത്. ആ ഒരു പൈശാചിക ശക്തി ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, നീ എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സാക്രിഫൈസ് എവിടെ? ഇവനാണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ട് പേടിച്ചോടുന്നു. മറുവശത്ത് സലൂണിൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്ന നമ്മുടെ റിനിയുടെ അടുത്തേക്കും ഈ ഒരു പ്രേതം വരുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ കവിളിലായിട്ട് കത്രിക കൊണ്ട് നല്ല പണി കൊടുക്കുന്നു. എഡ്ഡിയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസിൽ നിന്നും പേടിച്ചോടി അവിടെ മൊത്തം വീണ് മെഴുകി അവന്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞുപോയി. വർഷങ്ങൾ കടന്നുപോയി. വിത്ത് ഇപ്പോൾ ഒരു ഡേ കെയർ സെന്ററിൽ ടീച്ചറായിട്ട് ജോലി നോക്കുകയാണ്. ദീ വളർന്ന് വലിയ പയ്യനായി. അവനിപ്പോ ഫുട്ബോൾ സെലക്ഷനും മറ്റൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം നമ്മുടെ വിത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ അച്ഛനെ കുറിച്ചുള്ള ചെറിയ ഓർമ്മകളൊക്കെ വരുന്നു. അങ്ങനെ ഈ റിനി എന്ന് പറയുന്ന ആ ഒരു പെണ്ണിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൾ തപ്പിപ്പിടിച്ചിട്ട് അവരിപ്പോൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ വിത പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഗ്രാമമായിരുന്നു. അധികം ആളുകളൊന്നും താമസിക്കാത്ത ഒരിടം. വീട്ടിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ വിത അകത്തേക്ക് കയറി. അവിടെ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, നമ്മുടെ വിധിയുടെ അച്ഛനായിട്ടുള്ള എഡ്ഡി. പുള്ളിക്കാരന് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ, ആരോടും മിണ്ടില്ല. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തിലാപ്പിയ കറിയൊക്കെ ഇപ്പൊ നമ്മുടെ വിത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതവിടെ വെച്ച ശേഷം അവൾ തിരികെ പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് റിനി വരുന്നത്. എൻ്റെ അച്ഛനെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിനിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും നമ്മുടെ വിത പോകുന്നു. റിനിയും എഡ്ഡിയും ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുന്നതും കാണിക്കുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഇത് ശരിക്കും നടന്ന ഒരു കാര്യമാണ്. സിനിമയുടെ അവസാനത്തിൽ ഇവരുടെ ഈ വിത എന്ന് പറയുന്ന മകളെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മകളെന്ന രീതിയിൽ അവരനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിനിമയുടെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്ന മിക്ക ഡയലോഗുകൾ വരെ എല്ലാം നടന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും സൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. ചെറിയ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഡബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.